ഉഫ്. ഈ 5 ലക്ഷം രൂപയ്ക്ക് 15 പവന് ഞാൻ എവിടെ പോവാണ്ട്? അണ്ണാ ആ അടുത്ത് ഞാൻ കാണിക്കാൻ ചേട്ടൻ ചുമ്മാ ദൈവകോപം വാങ്ങിച്ചു നോക്കിയാ ബാ. ഈടായിട്ട് ഭക്തി കൂടിയോ? ഭക്തി കൂടിയതല്ല, എന്നാ കാണിക്കാൻ വെച്ച് വീഴാത്ത പൈസ വല്ലതും വെളിയിൽ കിടക്കണം നോക്കി. മനുഷ്യൻ 15 ലക്ഷം രൂപ കിടന്ന് കട്ടപ്പെടുമ്പോഴാണ് അവൻ്റെ 2 രൂപ. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ വലിയ എഞ്ചിനീയർ അല്ലേ? നീ ഉദ്ദേശിക്കണ എഞ്ചിനീയർ അല്ലടാ ഇത്. ഇത് പണ്ട് 10 തോറ്റപ്പോൾ എഞ്ചിനീയറിംഗ് വർക്സിൽ കൊണ്ടാക്കിയത് വെൽഡിങ്. അത് പിന്നെ 3 ദിവസമേ പോയുള്ളൂ. അത് കാട്ടായിക്കോളം ദേവി എഞ്ചിനീയറിംഗ്. അമ്മച്ചി പൊതിച്ചോറും കൊടുത്ത് വിടുമായിരുന്നു. ഇതെന്തെന്നറിയാമോ? ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ അണ്ണൻ്റെ അനിയത്തിയായിട്ട് പറയണല്ലോ, ഒന്നും തോന്നരുത്. അണ്ണൻ്റെ അനിയത്തിക്ക് ഒരു കുടുംബത്തിനോടൊരു ആത്മാർത്ഥതയോ ഒരു സ്നേഹമൊന്നും ഇല്ല. സത്യം. അങ്ങനെ എന്തെങ്കിലും അവളുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ അവൾ ആരെങ്കിലും പ്രേമിച്ച് അവൻ്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയാനെ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ +2 കഴിയുമ്പോൾ പോകുമെന്നാണ് വിചാരിച്ചത്. പോയില്ലല്ലേ? ഇതൊക്കെ എത്രയോ പിള്ളേർ ഒളിച്ചോർന്ന് ഇത് നീ ആർക്കും ഇത് ഇങ്ങനെ തിന്ന് പെരുവി വീട്ടിൽ കിടക്കുന്നു. അണ്ണനെ എല്ലാം ഒരു തന്തയ്ക്കുള്ളതല്ലേടാ, അതാണ് ഈ വിഷയം. നിങ്ങൾ ഈ കിളവി എൻ്റെ അടുത്ത് ഈ കിടന്ന് നീ ആലോചിച്ച് നോക്കിയാണോ? എൻ്റെ അടുത്ത് അവർ പറയണത് 5 ലക്ഷം രൂപ നീത്തി ഒപ്പിച്ചോ, സ്വർണ്ണം അവരെന്തായാലും വിറ്റ് പറക്കി കൊടുക്കാതെ. ഞാൻ എവിടെ നിന്ന് 5 ലക്ഷം രൂപ തള്ളല്ലേ, അതൊക്കെ പറയൂലേ. എന്താ പറയുക, ഞാൻ ഇതെവിടെ പോയത്? എൻ്റെ വീട്ടിൽ പറയണ കേൾക്കണം എന്നെ പറ്റി. ജോലിക്കും കൂലിക്കും പോകില്ലെന്നും പറഞ്ഞു. സത്യമല്ലേ ഈ പറയണൊക്കെ? സത്യമല്ലേ? കീരി അണ്ണ, നമ്മൾ അടുത്ത കൂട്ടുകാരാണ്. അപ്പം നമ്മളെ ഇടയിൽ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പം നമ്മളെല്ലാവരും കൂടെ അതിനു വേണ്ടി അല്ലേ? നിന്റെ പെരേടം വല്ല ലോൺ വെച്ച് വല്ലതും എടുക്കാൻ പറ്റുമോ? അത് ഞാൻ ഓൾറെഡി ബാങ്കിൽ വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞു തന്ന അതല്ല, നമുക്കൊരു ഇത്തിരി പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാനും പറ്റും. നമുക്ക് ഈ കീരിയുടെ പടം എടുത്ത് വെച്ചിട്ട് കീരി ചികിത്സ ധനസഹായ ഫണ്ടെന്നും പറഞ്ഞൊരു ഗൂഗിൾ പേ സ്കാനർ കറക്റ്റ് നമ്മളെ ജംഗ്ഷനിൽ വിശ്വസിക്കുകയും ചെയ്യും. ഒരു വിശക്കണമെന്നും പറഞ്ഞാൽ അടിയിൽ അത്ര സഹിക്കല്ലേടാ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. കറക്റ്റ് പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫണ്ട് റൈസിങ് പോലെ ഒരു ഗാനമേള വയ്ക്കണം. ടിക്കറ്റ് പരിപാടി ക്ലബിന്റെ പേര്, ക്ലബിന്റെ പേരിൽ ഒരു ടിക്കറ്റ് പരിപാടി. കുറെ ടിക്കറ്റ് അടിച്ചിറക്കി ഒരു ഗാനമേള വയ്ക്കുന്നു. എല്ലായിടത്തും ടിക്കറ്റ് വിൽക്കുന്നു. ഈ ടിക്കറ്റ് വിൽക്കണ പൈസയ്ക്ക് എങ്ങനെ വല്ല ഒരു 5 ലക്ഷം രൂപയൊക്കെ സുഖമായിട്ടുണ്ടാക്കാം. ഈ കല്യാണം നടത്താം. അങ്ങനെയാണെങ്കിൽ നമുക്ക് SP ഗാനം വയ്ക്കാം. SP മരിച്ചില്ല. അല്ല, കോട്ടയത്തൊരു DSP ഉണ്ട്, അയാളെ കാണാനുള്ള ചില നമ്മൾ 2 കോൺസ്റ്റബിൾ ഒന്ന് തവല അടിക്കും. എനിക്ക് പോയാണ് പൈസ ഒപ്പിക്കാൻ വേറെ വല്ല വഴി ഉണ്ടെന്ന് നോക്കി. പൈസ ഉണ്ടാക്കാൻ വേറെ ഞാൻ ഒരു ഐഡിയ പറഞ്ഞല്ലേ. അതായത് ഞാൻ ഒരു നല്ല കുടുംബത്തിൽ നിന്ന് നല്ല സ്ത്രീധനം മേടിച്ചൊരു പെണ്ണ് കെട്ടുന്നു. ആ പൈസ എടുത്ത് അവളെ കല്യാണം നടത്തുന്നു. അത് കൊള്ളാടാ അല്ലേ? അത് നിനക്ക് കറക്റ്റ് അതിനുള്ള വിദ്യാഭ്യാസവും അന്തസ്സും ആഭിജാത്യവും അതിനുള്ള ഗ്ലാമറൊക്കെ ഉണ്ട്. നിനക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടാ. കുഞ്ചാക്കോൻ പറഞ്ഞ സ്ഥിതിക്ക് അതങ്ങ് വിടാല്ലേ? എന്താ കീച്ചണത്? ഇല്ലല്ലേ? അവരത് ആലോചിച്ചത്. ഇങ്ങനെ അങ്ങോട്ട് പൈസ കൊടുത്താൽ പോലും ഇങ്ങനെ കാര്യം പെണ്ണു കൊടുക്കൂല.